സ്നേഹത്തിൻ്റെ വില അത് കിട്ടുന്നതിന് മുൻപും നഷ്ടപ്പെട്ടതിനു ശേഷവുമായിരിക്കും നമ്മൾ നന്നായി മനസ്സിലാക്കുക. സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ല. എല്ലാം ഇട്ടെറിഞ്ഞ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് ആലോചിക്കുമെങ്കിലും ഉള്ളിൽ പതിഞ്ഞ ചില സ്നേഹങ്ങൾ നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തുന്നു. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ ജീവിതം മെച്ചപ്പെടുകയുള്ളൂ. ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരുവൻ നിർഭാഗ്യത്തെ പഴിപറഞ്ഞ് സമയം നഷ്ടപ്പെടുത്താറില്ല. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മാറിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മാറ്റി നിർത്താതെ നോക്കേണ്ടത് മനസ്സറിഞ്ഞ് നമ്മളെ സ്നേഹിച്ചവരെയാണ്. വിലയറിയാതെ വലിച്ചെറിഞ്ഞ പലതും വിലയേറിയതായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം ഒത്തിരി കടന്നുപോയിരിക്കും. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ എവിടെയൊക്കെ വെച്ച് നഷ്ടപ്പെട്ടാലും നിങ്ങൾ നേടിയെടുത്ത അറിവ് ഒരിക്കലും നഷ്ടമാകില്ല. എഴുതുന്ന കടലാസിൻ്റെ ഭംഗി നോക്കിയോ എഴുതാൻ ഉപയോഗിക്കുന്ന പേനയിലെ മഷിയുടെ നിറം നോക്കിയോ ആകരുത് മൂല്യം കണക്കാക്കേണ്ടത്. അതിൽ എഴുതിയ വാക്കുകളുടെ മൂല്യത്തിന് അനുസരിച്ചായിരിക്കണം. മനസ്സ് തകർന്നിരിക്കുന്ന സമയത്ത് ലഭിക്കുന്ന സാന്ത്വന വാക്കിന് ചിലപ്പോൾ ഒരു ജീവൻ്റെ തന്നെ വിലയുണ്ടാകും. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തുക എന്നതും ഏറ്റവും എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതുമാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ മുഴുവനായി മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നമ്മെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ആകില്ല. വാശിയെ വാശി കൊണ്ട് തോൽപ്പിക്കാൻ ആർക്കും കഴിയും. എന്നാൽ വാശിയെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ അത്രയും ക്ഷമയുള്ളവർക്കേ സാധിക്കൂ. നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. കാരണം നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് ആ അമ്മയാണ്. ക്ഷമയോടെ കാത്തിരിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. കാരണം എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിന് പകരം നമ്മളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവുമൊക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല. സൗഹൃദം എന്നും ഒരു ബലമാണ്. നാം ആരിൽ നിന്നും ഒറ്റപ്പെട്ടാലും നല്ല കൂട്ടുകാർ ഒരു തണലായി എന്നും നമ്മോടൊപ്പം ഉണ്ടാകും. വിവേകം കൊണ്ട് മാത്രമേ ഒരാൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. വിനയം കൊണ്ട് മാത്രമേ ഒരാൾക്ക് സന്തോഷപ്രദമായ ജീവിതം പടുത്തുയർത്താൻ കഴിയൂ. നമ്മളെ മനസ്സിലാക്കാത്തവർക്ക് മുന്നിൽ നമ്മൾ നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ തുറക്കേണ്ടത് നമ്മുടെ എല്ലാ കുറവുകളും മനസ്സിലാക്കി നമ്മെ അംഗീകരിക്കുന്നവർക്ക് മുന്നിലാണ്. ആത്മാർത്ഥത അമിതമാകരുത്. അവിടെ നമ്മൾ വിഡ്ഢിയാകും. അംഗീകാരം ഇല്ലാത്ത സേവനമാണ് ആത്മാർത്ഥത. അതുകൊണ്ടായിരിക്കാം ആത്മാർത്ഥതയുള്ളവരെ ലോകം വിഡ്ഢി എന്ന് വിളിക്കുന്നത്. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നായിരിക്കും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കാത്ത ഒരാളെ നമ്മൾ ജീവന് തുല്യം സ്നേഹിച്ചു പോയത്. നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് എന്താണോ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് അത്രമാത്രമേ നിങ്ങൾ ഈ ലോകത്ത് ഏതൊരു സ്ത്രീയെക്കുറിച്ചും സംസാരിക്കാവൂ. ഇത് നിങ്ങളുടെ ലോകമാണ്. അതിനെ സ്വയം രൂപപ്പെടുത്തുക. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ലോകം സൃഷ്ടിക്കും. അതിന് അവസരം നൽകരുത്.